ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വികസന ചർച്ചകളിലൊന്നാണ് മാമ്പത്ത് പ്രവർത്തിക്കുന്ന നാളികേര കോംപ്ലക്സ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പുനരാരംഭിച്ച കോംപ്ലക്സിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലച്ചു. തന്റെ നിരന്തര ഇടപെടലുകളാണ് കോംപ്ലക്സ് തുറക്കാനുള്ള നടപടികളിലേക്ക് നയിച്ചത് എന്നാണ് ആറ്റിങ്ങൽ MLA B. സത്യൻ വ്യക്തമാക്കുന്നത്. എന്നാൽ LDF സർക്കാർ നാളികേര കോംപ്ലക്സിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് UDFന്റെ ആരോപണം. സംസ്ഥാനത്തെ നാളികേര കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് നാളികേര വികസന കോർപ്പറേഷന്റെ കീഴിൽ ആറ്റിങ്ങലിൽ നാളികേര കോംപ്ലക്സ് ആരംഭിച്ചത്. കർഷകർ കൊണ്ടുവരുന്ന നാളികേര സംഭരിച്ച് മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതുവഴി നാളികേര കർഷകർക്ക് ന്യായമായ വില ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചത്. നിരന്തരമായ പ്രശ്നങ്ങളെ തുടർന്ന് സ്ഥാപനം പൂട്ടി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തുറന്നു പ്രവർത്തിച്ചെങ്കിലും പെട്ടെന്ന് പ്രവർത്തനം നിലച്ചു. ഈ സർക്കാരിന്റെ കാലത്താണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. അത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ആറ്റിങ്ങൽ MLA B. സത്യൻ അവകാശപ്പെടുന്നത്. തേങ്ങ തൊലിച്ച് തേങ്ങയായി, തേങ്ങ പിന്നെ പൊട്ടിച്ച് അതിനെ സംസ്കരിച്ച് വെളിച്ചെണ്ണയായി ഈ പാക്കറ്റിലും കുപ്പിയിലുമായി അത് മാറുന്ന നിലയാണ് ആ പ്രോജക്റ്റിനെ കുറിച്ച് വിഭാവന ചെയ്തതെങ്കിൽ തേങ്ങ ഇട്ടിട്ട് തേങ്ങ അതുപോലെ താഴോട്ടിട്ടുണ്ട് വരുന്ന ചിത്രമായിരുന്നു ഞങ്ങൾ കണ്ടത്. അത് മാറി ഈ ഗവൺമെൻറ് വന്നു, അതിൻ്റെ പിറകെ നിന്നു. ഗവൺമെൻറ് ആ നാളികേര കോംപ്ലക്സ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 4-ാം തീയതി അത് തുറന്ന് പ്രവർത്തിച്ചു. എന്നാൽ LDF അവകാശവാദങ്ങളെ UDF തള്ളിക്കളയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്താണ് അന്ന് കൃഷിമന്ത്രിയായിരുന്ന KP മോഹനൻ ആ സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ചില നടപടികൾ ഉണ്ടായി. പക്ഷേ ആ നടപടികൾ ഒരു പൂർത്തീകരണത്തിലെത്തിക്കാൻ അപ്പോൾ ആറ്റിങ്ങലത്തെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് B. സത്യന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില പരിപാടികൾ അവിടെ നടത്തുന്നു. അതാണ് യാഥാർത്ഥ്യം. സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഉരുക്കു വെളിച്ചെണ്ണ നിർമ്മാണം നാളികേര കോംപ്ലക്സിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തെ പോലെ ഇത്തവണയും നാളികേര കോംപ്ലക്സ് ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാണ്. മീഡിയ 1 തിരുവനന്തപുരം.